വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി VK ഷാഹുൽ ഹമീദാണ് നമ്മോടൊപ്പം ഉള്ളത്. മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖം കൂടിയാണ് ഷാഹുൽ ഹമീദ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? 11ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് ഈ വാർഡ് നമ്മുടെ UDFന്റേതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ശുഭപ്രതീക്ഷയും വിശ്വാസവും ഉണ്ട്. മാത്രവുമല്ല, ഇപ്രാവശ്യം ഒരുപാട് സ്ഥാനാർത്ഥികൾ 5ഓളം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. എങ്കിൽ പോലും പല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും എല്ലാ നിലക്കും ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി 11ാം വാർഡിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയും വിശ്വാസവും എനിക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ, എൻ്റെ വോട്ടർമാര്, എൻ്റെ 11ാം വാർഡിലെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് വൻ ഭൂരിപക്ഷം നേടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പരസ്യ പ്രചരണം ഇപ്പോൾ നാളെ അവസാനിക്കുകയാണല്ലോ. അനുബന്ധമായിട്ടുള്ള ഈ പ്രചരണ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇന്നുവരെ ചെയ്തത്? പ്രചരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 3ാം ഘട്ടം കഴിഞ്ഞ് 4ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ വീട് സന്ദർശനം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞ് ഇപ്പൊ അന്ന് മുതൽ അതിന്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പിന്നീട് ഇനിയും 2 ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ പല പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതില് താങ്കൾ ഉൾപ്പെടെ 5 സ്ഥാനാർത്ഥികളാണ് ഈ വാർഡിനകത്തുള്ളത്. അതില് ഇപ്പൊ നിലവിലെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ അംഗം കൂടിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നിലവിൽ ഒരു മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. അദ്ദേഹം എന്റെ ബാല്യകാലം മുതലുള്ള സുഹൃത്തു കൂടെയാണ്. എങ്കിലും ഇതൊരു ആശയപരമായിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. എങ്കിൽ പോലും എനിക്ക് എന്റെ വാർഡിലെ ജനങ്ങളെ, അതുപോലെ തന്നെ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ, എന്റെ പാർട്ടി നേതൃത്വത്തെ പരിപൂർണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ വൻ ഭൂരിപക്ഷം നേടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. ഈ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുണ്ടാവും. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു അനുഭവം എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് അതിന്റെ ഒരു വർക്കും അതിന്റെ ടെൻഷനും കാര്യങ്ങളും അതിൻ്റെ കൂടും എന്നുള്ളത് സത്യമാണ്. കാരണം ഒരുപാട് വർഷക്കാലം പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിൽ നിന്നും മാറ്റം വന്നുകൊണ്ട് അതിനേക്കാൾ ഉപരി നമ്മൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒന്നും കൂടെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. ഒരുപാട് പ്രവർത്തനങ്ങൾ, അതായത് മാനസികമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും നമ്മൾ പരിപൂർണമായി ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നല്ല ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ 11ാം വാർഡിലെ ഒരു ജനപ്രതിനിധിയായിട്ട് താങ്കൾ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ വാർഡിൽ നടപ്പാക്കാനായിട്ടുള്ള ഒരു വികസന പദ്ധതികൾ ഉണ്ടാവില്ലേ, പ്രവർത്തനങ്ങൾ? അതൊക്കെ എങ്ങനെയാണ്? ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഇപ്പൊ നിലവിലുള്ള ഒരു മെമ്പർ റംസി റമീസ് ഈ 5 വർഷക്കാലം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളാവട്ടെ, അതുപോലെ തന്നെ മറ്റ് വ്യക്തിഗത ആനുകൂല്യങ്ങളാവട്ടെ, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഞാൻ മെമ്പറായി എന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ 11ാം വാർഡിന്റെ വികസനത്തിന് വേണ്ടി, അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അതിന്റെ പരിമിതികളിലൊക്കെ നിന്നുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ സത്യസന്ധമായി സുതാര്യമായിട്ട് ഞാൻ ആ കാര്യം നിർവഹിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഒരു അവിഹിതമായിട്ടോ മറ്റു അധികാര ദുർവിനിയോഗം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു ഇടപെടലുകളോ ഒന്നും അതിലുണ്ടാവില്ല. പരിപൂർണമായിട്ടും നമ്മുടെ വാർഡിന്റെ വികസനത്തിന് വേണ്ടി, അതിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് സെയ്ദ് പുഴക്കര 11ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടെ ആ ഒരു വാർഡിന്റെ ഒരു മത്സര രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ സെയ്ദ് പുഴക്കര അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കും. എന്തൊക്കെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകും?
പ്രചരണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ ഞാനും എൻ്റെ വൈഫും കൂടിയിട്ടാണ് വേറെ 11ാം വാർഡാണല്ലോ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയപ്പോൾ എല്ലാ ആൾക്കാരിൽ നിന്നും വളരെ നമ്മൾ സ്വാഗതം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. അനുഭവവേദ്യമായതും അങ്ങനെ തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ടത് അവർ പറയുന്നത്, ഏകദേശം ഞാൻ മനസ്സിലാക്കിയതടക്കം വെളിയങ്കോട് പഞ്ചായത്തിലെ ഏറ്റവും അധികം റോഡുകളുള്ള, അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാട്ട് മഴവെള്ള കുത്തൊഴുക്കുകളുള്ള ഒരുപാട് റോഡുകളും പാരലായിട്ട് തെക്ക് വടക്കായിട്ട് ഒരുപാട് റോഡുകളുമുള്ള ഒരു വാർഡാണ്. എല്ലാ വീടുകളും സാമ്പത്തികമായി മെച്ചം നിൽക്കുന്നത്, വളരെ വെല്ലുണ്ടാവുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡാണ്. പക്ഷെ ഉന്നതിയിൽ നിൽക്കുന്ന എങ്കിൽ പോലും ഓരോ വീട്ടിലും 2-3 വാഹനങ്ങളൊക്കെ ചില വീടുകളൊക്കെ ഉണ്ടെങ്കിലും റോഡ് അപര്യാപ്തമായി തന്നെ കിടക്കുകയാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ മനസ്സിലായത്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതിലേക്കാണ് ഉപരിയായിട്ട് വെളിയങ്കോട് പഞ്ചായത്തിന്റെ വെളിയങ്കോട് റോഡിൽ നിന്നും പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ പാറ വരെ ഉൾപ്രദേശങ്ങളിലൂടെ നീണ്ടുകിടക്കുന്ന ഈ ഒരു വാർഡില് ഒരു അങ്കണവാടി കുട്ടികൾക്ക് ചെന്ന് ചേരാനുള്ളതില്ല എന്നുള്ള, ചുരുങ്ങിയത് ഒരു 3 അങ്കണവാടിക്ക് പോലും സ്പേസ് ഉള്ള സ്ഥലത്ത് ഒരു അങ്കണവാടി ഇല്ല. അങ്കണവാടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ ഗർഭസ്ഥ ഘട്ടത്തിൽ തന്നെ വിളർച്ചയ്ക്കുള്ള ഗുളികൾ മുതൽ എല്ലതും കൊടുക്കുന്നത് അങ്കണവാടി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഗർഭസ്ഥ സ്ത്രീകളുടെ മാസമുള്ള വിലയിരുത്തലുകളൊക്കെ അങ്കണവാടി ടീച്ചർമാരിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പ്രസവാനന്തരം കുട്ടികളുണ്ടാകുന്ന പോഷകാഹാരക്കുറവ് മുതൽ പരിഹരിക്കൽ മുതലുള്ളതെല്ലതും ഒരു അങ്കണവാടിയിലൂടെയാണ് നടന്നു പോകുന്നത്. വാക്സിനേഷനും ചുരുക്കി പറഞ്ഞ ഒരു ആരോഗ്യ പരിരക്ഷയുടെ പ്രഥമ ഘട്ടങ്ങൾ നടന്നു പോകുന്നത് ഒരു അങ്കണവാടിയിലാണ്. ആ അങ്കണവാടി ഇല്ലാത്ത ഒരു അവസ്ഥ എനിക്ക് വളരെ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നത് കൊണ്ട് തന്നെ വളരെ മോശമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുകയുണ്ടായി. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വാർഡില് ആദർശികമായോ എങ്ങനെയോ ഒരു ആത്മഹത്യ എന്തെങ്കിലും നടന്നാൽ അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ജാഗ്രതാ സമിതിയാണ്. ഒരു ജാഗ്രതാ സമിതി ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ജാഗ്രതാ സമിതിയുടെ പ്രത്യേകത, വീടുകളിലുള്ള പ്രശ്നങ്ങള് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കാത്ത രീതിയിൽ പരിഹരിക്കപ്പെടുന്ന ചുമതലയുള്ളതാണ് ജാഗ്രതാ സമിതി. നിർഭാഗ്യവശാൽ ഒരു വാർഡില് യാദർശികമായി ഏതെങ്കിലും ഒരു ആത്മഹത്യ പോലും നടന്നിട്ട് ഉത്തരവാദികൾ ആരാണ്? ജാഗ്രതാ സമിതിയും ജാഗ്രതാ സമിതിയിൽ അംഗമായിട്ടുള്ള വാർഡ് മെമ്പർ, അംഗനവാടി ടീച്ചർ, അതുപോലെ സൈക്കോളജിസ്റ്റുകളും ഭിന്നശേഷി BEdലുള്ള അധ്യാപകരടക്കമുള്ളവരുടെ ഒരു കൂട്ടായ്മ, അത് ഈ വാർഡില് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോഴുള്ള ഒരു സങ്കടം അതിവിടെ പങ്കുവെക്കുകയാണ്. ഇവിടെ മനസ്സിലാകുന്ന ഒരു പ്രശ്നം പരസ്പര സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ വാർഡ് ഉയർന്നു വരണം. ആര് തന്നെ ജയിച്ചു വന്നാലും ഈ വാർഡിനെ ഉന്നതിയിലേക്ക് ഉയർത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം, ഒരു വെൽനസ് സെന്റർ, അതായത് ഒരു ഡോക്ടറും ഒരു നേഴ്സും ഫാർമസിസ്റ്റും അടങ്ങുന്ന ഒരു വെൽനസ് സെന്റർ ഇതര പഞ്ചായത്തുകളിൽ പല എണ്ണം ഉണ്ടാവുമ്പോൾ വെളിയങ്കോട് പഞ്ചായത്തിന്റെ ഭാഗങ്ങളിലില്ല. അതില് ഈ ഒരു 11ാം വാർഡിൽ അത്യന്താപേക്ഷിതമായിട്ട് നീണ്ടുകിടക്കുന്ന ഒരു വാർഡ് എന്നുള്ള നിലക്ക് വെൽനസ് സെന്റർ അത്യന്താപേക്ഷിതമായിട്ട് ഇവിടെ അനുഭവപ്പെടുകയാണ്. പിന്നെ ഇവിടെ ഒരുപാട് വിദ്യാസമ്പന്നര് അകത്തളങ്ങളിലുണ്ട്. അവർക്കെല്ലാം എസ്പെഷ്യലി വനിതകൾ, നല്ല വിദ്യാസമ്പന്നരായുള്ള വനിതകൾക്കൊക്കെ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനത്തിനുള്ള വേദികൾ ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ വർക്ക് അറ്റ് ഹോം ചെയ്യുന്ന ഒരുപാട് സാധ്യതകൾ ഇവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. DWMS പോലുള്ള സൈറ്റുകളിൽ കയറി നല്ല വിദ്യാസമ്പന്നരായിട്ട് അകത്തളങ്ങളിൽ ഒതുങ്ങാതെ അവരുടെ സേവനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലക്ക് ഇതുവരെയുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാർഡിന്റെ വികസനത്തിന് വേണ്ടി ഏതെല്ലാം തലങ്ങളിൽ നമ്മൾക്ക് ഇടപെട്ടുകൊണ്ട് അവർക്ക് വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ട് ഏത് രീതിയിലെല്ലാം കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത് പരമാവധി ഈ നിലവിലെ വാർഡിന്റെ സമഗ്രമായിട്ടുള്ള ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു അധമമായ ബോധം മനസ്സിൽ എനിക്ക് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ച് മുന്നേറാനാണ് ഇപ്പോൾ
ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ താങ്കൾ അവിടെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അപ്പൊ ആ വാർഡില് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യമായിട്ട് അവിടെ നോക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ഒരു വാർഡ്, അത് പ്രത്യേകിച്ചും കിഴക്ക് ഭാഗത്തു നിന്ന് പടിഞ്ഞാട്ട് ഒഴുക്കുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് റോഡുകൾ, എനിക്ക് എണ്ണി പറയാൻ പറ്റും എത്ര റോഡുകൾ അവിടെ ഉണ്ട്. ആ റോഡുകളെല്ലാം ഒരു പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ മറ്റു പ്ലാൻ ഫണ്ടിൽ നിന്നോ ചെയ്തു തീർക്കാൻ പറ്റാവുന്നതിനേക്കാൾ വലിയ എമൗണ്ടുകൾ വരേണ്ട വർക്ക് നടത്തി തീർക്കേണ്ട റോഡുകൾ തന്നെയാണ്. ആ റോഡുകൾക്ക് നമ്മൾ രാഷ്ട്രീയ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് MLA യുടെ ഫണ്ടൊന്നും ഞാൻ വാങ്ങിക്കില്ല എന്നൊക്കെ ഇതുവരെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്നും മനസ്സിലാക്കുകയാണ്. ഇവിടെ വിവിധ മേഖലയിലുള്ള ഫണ്ടുകൾ നമ്മൾ വിനിയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഞാനെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടു വരികയാണെങ്കിൽ ഇന്ന മന്ത്രിയെന്നോ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നോ MP എന്നോ ഏത് MP എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് റോഡുകളുടെ വികസനത്തും അതുപോലെ 2 or 3 അംഗനവാടി വേണ്ട സ്ഥലത്ത് സാധ്യമാകുന്ന അത്ര അംഗനവാടികൾ സൃഷ്ടിക്കുന്നതിനും ജനങ്ങളുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നതിന് ഞാൻ എന്തായാലും മുൻതൂക്കം കൊടുക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.